അതാണ് മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം നിങ്ങൾ സൂക്ഷിക്കണം. അതിലൊരു ശ്രേഷ്ഠമാക്കപ്പെട്ട മുബാറക്കായ ബർക്കത്തായ അള്ളാഹു ആദരിച്ച മാസമാണ് ഈ 4 മാസം. അതിലൊന്ന് റജബ് മാസം കഴിഞ്ഞു. അതിൽ കുറേ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ടു. ഇനിയുള്ളത് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറമുൽ ഹറാം. ഈ 3 മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. പ്രത്യേകിച്ച് നബി തങ്ങളോട് പറഞ്ഞു, ഈ മാസത്തിൽ യുദ്ധം തന്നെ ചെയ്യാൻ പാടില്ല. ഒരു പ്രശ്നങ്ങളോ അടി വഴക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ഈ 4 മാസങ്ങളിൽ, ഇപ്പോൾ ബാക്കിയുള്ള മാസങ്ങൾ ചെയ്യാമെന്നല്ല, പ്രത്യേകിച്ചും അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഫലാ തള്ളിമു ഫീഹിന്ന അൻഫുസക്കും, ഈ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ളുൽമും നഫ്സിനോട്, ശരീരത്തോട് പൊതുവായിട്ട് ഒന്നും പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട്, സത്യവിശ്വാസികളോട് അവൻ്റെ കൽപ്പന വന്ന പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഹജ്ജിൻ്റെ മാസങ്ങളാണ്. ഇനി ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയും അതിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെയായിട്ടാണ് ഇന്ന് ജനങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ആതിഥേയനെ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു റഹ്മത്താണ് ഹജ്ജ്. അതാദ്യം മനസ്സിലാക്കണം. കാരണം ഒരു പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കടമയാണത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം. ഒരു സമ്പന്നനാകട്ടെ അല്ലെങ്കിൽ ഇതിന് കഴിവുള്ളവനാകട്ടെ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവൻ ചെയ്താൽ മതി ഹജ്ജ്. അവൻ്റെ ഫർള് അത് പൂർത്തിയായി. പിന്നീട് അവൻ ചെയ്യുന്നത് വഹുവ തതവ്വുഉൻ, അത് സുന്നത്തായി മാറും. ഫർള് ഒറ്റ പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യമാണ് ഉംറ നമ്മുടെ മേൽ നിർബന്ധം. അത് ഫർള്. ബാക്കിയുള്ളതൊക്കെ പിന്നെ സുന്നത്തായിട്ട് മാറുന്ന കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ, നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കഴിവുള്ളവനും യാത്രാ സൗകര്യമുള്ളവരും ആരോഗ്യമുള്ളവർക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യത്തിലെ പഞ്ചകർമ്മങ്ങളിലെ 5 കാര്യങ്ങളിലെ ഒരു കാര്യമാണിത്. 5 കാര്യങ്ങളിലെ ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കടമയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പം അത് റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ തീരുമാനം എല്ലാ വർഷവും നമ്മൾ ഹജ്ജ് ചെയ്യണം എന്ന് ഒരു തീരുമാനമെങ്ങാനും വന്നിരുന്നെങ്കിലോ എന്തായി മാറുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അയ്യുഹന്നാസ്, ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് കുത്തിബ അലൈക്കും അൽ ഹജ്ജ്, നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകണം, ഹജ്ജ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ട സ്വഹാബി അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും നമ്മൾ പോണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, ലൗ ഖുൽതുഹാ ലവജബത്, എല്ലാ വർഷവും ഞാനത് പോകണം എന്നങ്ങാണ് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ അത് നിർബന്ധമാകുമായിരുന്നു, അത് വാജിബാകുമായിരുന്നു. ഫലാ തസ്തതിഉ അൻ തഅമലു ബിഹാ, നിങ്ങൾക്കൊരിക്കലും അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ വർഷവും ഹജ്ജിന് പോകണമെന്നങ്ങാണ് ഒരു നിയമം ഞാൻ പാസ്സാക്കിയിരുന്നുവെങ്കിൽ, ഇനി അള്ളാഹു നമ്മുടെ മേലെ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ അത് നമ്മളെ കൊണ്ട് ഒരിക്കലും അത് കഴിയുണ്ടാവൂല, സാധ്യമാവൂല. സമ്പത്തുണ്ടായാലും നമ്മളത് പോകൂല. പക്ഷേ ജീവിതത്തിൽ ഫിൽ ഉംർ, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ സാമ്പത്തികമായി കഴിവുള്ളവനാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ് ഹജ്ജ് പോവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ സാദ, ഇനി ഈ ഫർളായ ഹജ്ജിന് കൂടുതൽ അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്താൽ ഫഹുവ തതവ്വു, അത് സുന്നത്താണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഹജ്ജ് അള്ളാഹു താല നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് റഹ്മത്താണ് എന്ന് കരുതിക്കൊള്ളിൻ. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല തെറ്റുകൾക്കും പാവങ്ങൾക്കും ഒരു പരിഹാരമെന്ന വണ്ണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അവൻ്റെ ദർബാറിലേക്ക് വിളിച്ചിട്ട് നിന്റെ പാവങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരു സന്ദർഭം അള്ളാഹു നമുക്ക് കണ്ടെത്തി തരികയാണ് ഹജ്ജ്. അതുകൊണ്ടാണ് അതിന് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് പോകാത്തവൻ അവൻ മരിച്ചുപോയാൽ ഫൽയമുത് ഇൻഷാ യഹൂദിയ നസ്രാനിയ,
യഹൂദി നസ്രാണിയായിട്ട് അവൻ ചത്തുപോട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോകാതെ എങ്ങാണ് അവൻ മരിച്ചു പോയാൽ, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയൊരു കടുപ്പമേറിയ വാക്കാണ്. അള്ളാഹു നമുക്ക് തന്ന ഒരു അനുഗ്രഹം, സമ്പത്ത്, അവൻ തന്ന നിഅമത്ത്, ആരോഗ്യം, അത് അള്ളാഹ്ക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ജനങ്ങൾ കരുതുന്നത് എന്താണ്? ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഹാജിയായിട്ട് അങ്ങ് ജീവിച്ചോണം. മനുഷ്യനാണ് സഹോദര, മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകാം. അതല്ല അവൻ നോക്കേണ്ടത്. എൻ്റെ മേൽ നിർബന്ധമായ ഹജ്ജ് അത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് എൻ്റെ മേൽ ബാധ്യതയാണ്. എൻ്റെ റബ്ബനോട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വരുന്നു. നമസ്കാരം എന്താണ്? ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്നത് നീചവും നികൃഷ്ടവുമായ സകല പ്രവൃത്തികളെയും തടയുന്ന ഒന്നാണ് നമസ്കാരം. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ് നമ്മളൊരു തെറ്റിലേക്ക് പോയി, അപ്പൊ എന്തായി? ഇനി അവൻ നിസ്കരിക്കണ്ടേ? എന്തായാലും ഞാൻ തെറ്റ് ചെയ്ത്, ഇനി എനിക്ക് നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് നമസ്കാരം ഒഴിവാക്കലാണോ അതിൻ്റെ അർത്ഥം? അപ്പൊ ഹജ്ജിന് നമ്മൾ പോയി ഇനി ഒരു തെറ്റ് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇനി ഹജ്ജിന് പോകുന്നില്ല, മരിക്കാറാവുമ്പോൾ പോകാന്ന് പറയുമ്പോൾ അത് ഈമാനില്ലാത്തൊരു വാക്കാണ്. കാരണം നമ്മൾ എന്നാ മരിക്കാന്നുള്ളപ്പോൾ ഇവന് ഉറപ്പ് കിട്ടിയെന്നായി. അത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം ഇവ ഏറ്റെടുത്തതുപോലെയായി. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. സാമ്പത്തികമായി കഴിവുണ്ടോ നിയത്ത് ചെയ്തോളൂ. മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ധൃതി പിടിച്ച് പെട്ടെന്ന് പോയിക്കൊള്ളട്ടെ. അതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹ്. ആരെങ്കിലും ഹജ്ജ് നിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ബാധ്യത, അവരുടെ ഉത്തരവാദിത്തം എന്തെന്നറിയോ? അവൻ്റെ സമ്പത്ത് ഹലാലായിരിക്കണം. ഈ ഹജ്ജിന് പോകാൻ ഇവൻ ഉദ്ദേശിക്കുന്ന ഈ പണം, ഈ പൈസ, ഇത് ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം. അവൻ്റെ നിയത്ത് സാദിഖായ നിയത്തുമായിരിക്കണം. എൻ്റെ ലക്ഷ്യം അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ 60 വർഷം ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ട് ഇനി നിന്നെ ഭയപ്പെട്ട് ജീവിക്കണമെന്നുള്ള ലക്ഷ്യമാണ്. തെറ്റില്ലാതെ ഒരു ഉമ്മ എന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എത്ര പരിശുദ്ധനാണോ അതേ അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ഈ ത്യാഗം സഹിച്ച് ഈ പരിശുദ്ധമായ ഹജ്ജിന് വരുന്നത്. പടച്ചവനെ എന്ന സാദിഖായ നീയത്തില്ലാത്തവൻ്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിക്കൂല. അതാദ്യം മനസ്സിലാക്കോളി. എല്ലാവരും ഹജ്ജിന് എളുപ്പമുണ്ട്. ഹജ്ജിനൊക്കെ നമുക്ക് പോകും, അതിനു വേണ്ടി വലിയ പ്രൊപ്പഗണ്ടയൊക്കെ കാണിച്ചിട്ട് വലിയ സെറ്റപ്പുകളും ചാപ്പാടും ഇതൊക്കെ കൊടുക്കും, എല്ലാവരെയും വിളിച്ചൊക്കെ പറയും. അവൻ്റെ കൽബിൻ്റെ ഉള്ളിൽ അവൻ്റെ നീയത്ത് സാദിഖായിരിക്കണം. ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? എന്തിനാണ് ഞാൻ ഈ 7 ലക്ഷം മുടക്കുന്നത്, 5 ലക്ഷം 6 ലക്ഷം ഞാൻ മുടക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഏറ്റവും കൂടുതൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അതാണ് യൗമ അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അറഫ ദിവസമാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. ആ ദിവസത്തിലാണ് അള്ളാഹു ഇവന്റെ പിരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഇവന്റെ ലക്ഷ്യം, ഈ ഹാജിയുടെ ലക്ഷ്യം, അള്ളാഹുവേ പടച്ചവനെ കരുണയുള്ളവരെ, ആ അറഫ ദിവസത്തിൽ ആ മൈതാനിയിൽ ഞാൻ നിൽക്കുമ്പോൾ നീ ആരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടോ അക്കൂട്ടത്തിൽ എന്നെയും എൻ്റെ പിരടിയെയും നീ മോചിപ്പിക്കണമല്ല. അതാണ് എൻ്റെ ഖാലിസായ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ലക്ഷ്യം. നിയ്യത്തതാണ് പടച്ചവനെ, അതല്ലാതെ എനിക്ക് മറ്റു നിയ്യത്തില്ല അല്ലാഹ്. അതാണ് സാദിഖായ നിയ്യത്ത്. അതാണ് സാദിഖായ നിയ്യത്ത്. ആ നിയ്യത്തോടു കൂടി വേണം ഹജ്ജിന് പുറപ്പെടാൻ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. നിയ്യത്ത് മോശമായി പോയാൽ നമ്മുടെ ഹജ്ജ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട്, ഹജ്ജിന് ഞാൻ പോകുന്നു, അറത്തുൽ ഹജ്ജ, ഞാൻ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ വാക്കിതാണ്: 1, നിന്റെ നിയ്യത്ത് സാദിഖായിരിക്കണം. 2, നീ ചെലവ് ചെയ്യുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ, നീ മുടക്കുന്ന നിന്റെ പണമുണ്ടല്ലോ, ഈ പണം എന്തായിരിക്കണം? അത് ഹലാലായ സമ്പത്തിൽ നിന്നുള്ള പണമായിരിക്കണം. അതുകൊണ്ടല്ലാതെ നീ ഹജ്ജിന് പോയാൽ നിന്റെ ഹജ്ജ് ശരിയാവൂല. കടം വാങ്ങിയിട്ട് പോകാം, അതിൽ ലോൺ എടുത്തിട്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ പലിശയിൽ നിന്ന് നമുക്ക് കിട്ടിയ സമ്പത്തിൻ്റെ ഒരു വിഹിതത്തിൻ്റെ ലാഭവിഹിതം എടുത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം അതിനകത്ത് പലിശയുടെ അംശം ഉണ്ടായിരുന്നു, ലോൺ എടുത്തിട്ട് തുടങ്ങിയ കച്ചവടം ആയിരുന്നു, അങ്ങനെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കച്ചവടത്തിന് ഹജ്ജിന് വേണ്ടി പോകുന്നത്. ഇതൊന്നും ശരിയാവില്ല.
വെറുതെ ഹജ്ജ് ഹാജി എന്ന് പേര് കിട്ടും നിങ്ങൾക്ക്. വെറുതെ ഒന്നുമല്ല, ബഹുമാനം. ഇസ്ലാമിക നിയമങ്ങൾ അള്ളാഹും റസൂലും പറയുന്ന വാക്കാട്ടോ, അബൂബക്കർ എന്നും പറയുന്ന വാക്കല്ല. അതാദ്യം നിങ്ങൾ പഠിച്ചോളി. ഇതൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോൾ നിന്റെ ലിസ്റ്റ് നോക്കുമ്പം ഹാജി, എവിടെ ഹാജി, നീ എന്ത് ഹജ്ജ് ചെയ്ത്, ആര് വർജി, നിന്റെ ഹജ്ജിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഇതിൽ കാണുന്നില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് ചെല്ലാൻ അടച്ചെന്നൊക്കെ പറയും. അവർ പോയിട്ട് MBD പോയി നോക്കുമ്പോൾ ഇതിനകത്ത് ചെല്ലാൻ അടച്ചത് കാണുന്നില്ലല്ലോ. അത് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്ന, ആ ഏൽപ്പിച്ച മാമും പോക്കറ്റ് വെച്ചാണ്. ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണണ്ടേ, നിങ്ങളുടെ തണ്ടപ്പേര് കാണണ്ടേ, പഞ്ചായത്തിൽ പോയി നോക്ക്, നിങ്ങളുടെ തണ്ടപ്പേര് ഇതിനകത്തില്ലല്ലോ. ഞാൻ പിന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കും, എവിടെ കൊണ്ടടയ്ക്കും, നിങ്ങളുടെ സാധനം ഇതിനകത്ത് കാണണ്ടേ. ഹാജിയായിട്ട് നമ്മളങ്ങ് പോകും അള്ളാഹിൻ്റെ അടുക്കൽ. നമ്മുടെ ഔലിയാൽ കിതാബ്, അവൻ്റെ മുന്നിൽ കിതാബ് കൊണ്ട് വെക്കപ്പെടും. പഠിച്ചവനെ, ഞാൻ 2024 ഹജ്ജിന് പോയനാ, പക്ഷെ അത് കാണുന്നില്ലല്ലോ. ഹജ്ജ് എന്താ കാണാത്ത, എന്താ? അതല്ല, റിജക്റ്റഡ്. എന്താ റിജക്റ്റ് ചെയ്ത കാരണം? 8 ലക്ഷം രൂപയിലെ 7,90,000 ഹലാലായിരുന്നു. ഒരു 10,000 രൂപ പോകുന്ന സമയം ചെലവില്ലാന്ന് പലിശക്കാരനെ നിന്ന് മേടിച്ചോണ്ട് പോയതാ. 10 രൂപ, ബാക്കിയെല്ലാം റാഹത്തായിരുന്നു. ആ 10,000-ന്റെ പേരിൽ റിജക്റ്റഡ്, എൻ്റെ ഹജ്ജ് പോയി. ഫായദ ഉണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് കാലെടുത്ത് വെക്കുമ്പം ലാ ലബ്ബൈക് വലാ സഅദൈക്, നിന്റെ ലബ്ബൈക്കൊന്നും ഇവിടെ വേണ്ട, നിനക്കിവിടെ അള്ളാഹിന്റെ അടുക്കൽ ഒരു സ്വീകാര്യതയില്ല, നീ സുഹൃതവാനുമല്ല, നിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിത് സ്വീകരിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുന്നൊരു വാക്കാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ പ്യുവർ ഹലാലായ പണം കൊണ്ടല്ലാതെ നമ്മൾ ഹജ്ജിന് പോകരുത്. വെറുതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പോയി മക്കയും മദീനയൊക്കെ കണ്ട് റാഹത്തായിട്ട് വരാം, സംസം വെള്ളം കൊണ്ടുവരാം, ഈത്തപ്പഴം കൊണ്ടുവരാം, നല്ല തുണിയും മുണ്ടൊക്കെ മേടിച്ചോണ്ട് വരാം, സ്വർണം മേടിച്ചോണ്ട് വരാം, എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. സംഭവമൊക്കെ ക്ലിയർ തന്നെയാണ്. പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹാജിക്ക് നൽകുന്ന ഉപദേശമാണ് ഇത് കേട്ടോ. നിങ്ങളുടെ സമ്പത്ത് ഹലാലായിരിക്കണം, നിയ്യത്ത് നന്നായിരിക്കണം. ഹലാലായ സമ്പാദ്യം അല്ലാതെ ഇനി ആര് എവിടെ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല സുഹൃത്തുക്കൾ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാൻ. ഒരു പലിശ കച്ചവടക്കാരൻ, ആ പലിശ കച്ചവടക്കാരൻ അവൻ ഹജ്ജിന് പോകണമെന്ന് നിയ്യത്തുണ്ടോ? പലിശ കച്ചവടക്കാരൻ ഹജ്ജിന് പോകണമെന്ന് നിയ്യത്തുണ്ടോ? അവനെല്ലാ പലിശയിൽ നിന്ന് ഞാൻ ഒഴിവായി പടച്ചവനെ തൗബ ചെയ്തിരിക്കുന്നു, ഞാൻ അടുത്ത വർഷം ഹജ്ജിന് ഞാൻ വന്ന് എല്ലാം നിർത്തിയതോടെ എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാവൂല. നീ എത്ര വർഷം പലിശ വാങ്ങിയിട്ടുണ്ടോ ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ടേ നിന്റെ തൗബ സ്വീകരിക്കുള്ളൂ, എന്നിട്ട് നിന്റെ ഹജ്ജ് സ്വീകരിക്കുള്ളൂ. അല്ല നീ കരുതുന്ന എന്താ, കഴിഞ്ഞ വർഷം വരെ മേടിച്ച് ഇനിയില്ല, അടുത്ത വർഷം ഞാൻ നിർത്തി, ഇതോടെ തൗബ ചെയ്ത് ഇനി 1 രൂപ പോലും അതെനിക്ക് വേണ്ട. അല്ലാ, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. എത്ര വർഷം നീ പലിശയുടെ പണം തിന്നോ അത് തിരിച്ചുകൊട്. അവർക്ക് തന്നെ, വാങ്ങിയവർ തന്നെ തിരിച്ചുകൊട്. നിനക്കൊരു കണക്കുണ്ടാവും. കണക്ക് നോക്കുമ്പം ഒരു 20 ലക്ഷം രൂപ ഞാൻ പലിശ ഇനത്തിൽ തിന്നിട്ടുണ്ട്, തിരിച്ചുകൊട്. കൊണ്ടുപോയി ആ പാവപ്പെട്ടവർക്ക് തന്നെ മടക്കിക്കൊട്. അതാണ് നിന്റെ തൗബ. എന്നിട്ട് ഹജ്ജിന് പോ. അല്ലാതെ 1 ലക്ഷക്കണക്കിന് പലിശ മേടിച്ച് നിന്നിട്ട് അവൻ ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ ഇതൊന്നും അള്ളാൻ്റെ അടുക്ക് നടക്കൂല, പിന്നെ നമ്മുടെ അടുത്തൊക്കെ നടക്കും. നിങ്ങൾ വന്ന് ദുആ അരക്കണേ, ഇൻഷാ അല്ലാഹ് പോയിട്ട് വരിക, തട്ടിപ്പൊട്ടി വരി. നമ്മളുള്ള ഹക്ക് തുറന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. മെമ്പർ മെഹറാബ് അള്ളാൻ്റെ അടുക്ക സാക്ഷി. നീ പറഞ്ഞോടാ, ഞാൻ പറഞ്ഞല്ലാ, നമ്മുടെ കാര്യം തീർന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാം. അതുകൊണ്ട് ഹലാലായ പണം കൊണ്ട് ഹജ്ജിന് പോകണമെന്ന് പറയുന്നത്, അല്ലാതെ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. പിന്നെ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാജിമാർക്ക് ഉപദേശം നൽകി. മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ്. 2 ഡിമാൻഡ് വെച്ചു. ശാരീരികമായി മാനസികമായി ഹറാമായ ഒരു പെണ്ണിനെ നോക്കാനോ ചിന്തിക്കാനോ തൊടാനോ അതുമായി ബന്ധപ്പെട്ട എത്രത്തോളം നീ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ഹലാലായ പെണ്ണിനെ പോലും ശാരീരികമായ ആ ഇച്ഛകൾക്ക് അനുസൃതമായി അനുകൂലമായ നിലയിൽ ആ പെണ്ണിനോട് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു സംസാരം കൊണ്ടോ നീ നോക്കാനോ സ്പർശിക്കാനോ തൊടാനോ ചിന്തിക്കാനോ പാടില്ല. ഇത് ഉംറയ്ക്കും ബാധകമാണ്, ഹജ്ജിനും ബാധകമാണ്. നമ്മളെ ആ ഉംറയുടെ തുണിയെല്ലാം ഉടുത്ത് റാഹത്തായിട്ട് ഇങ്ങനെ പോയിട്ട് നല്ല മിസ്രി പെണ്ണുങ്ങളെ എല്ലാം ആയിരിക്കും കാണുന്നത്. അവിടെ പോകുമ്പോൾ ഇത് നമ്മുടെ മുന്നിൽ അള്ളാൻ്റെ പണി എന്താ? അന്ന് വരെ മറച്ചിടേണ്ട മുഖം നമ്മുടെ മുന്നിൽ തുറന്നിടുകയാണ് ആ സമയമായപ്പോൾ. ഇതാണ് അള്ളാൻ്റെ ഹിക്മത്ത്. ഏറ്റവും നിന്റെ പണി.
എൻ്റെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ നാട്ടിൽ വന്നിട്ട്, ഈ ഹജ്ജിൻ്റെ നാട്ടിൽ വന്ന് ആരെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നോക്കി ചിന്തിച്ച് അനാവശ്യമായി എവനെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയാൽ നല്ല അടി ഞാൻ അവനെ അടിക്കും. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഹജ്ജ് ഉംറയും ശരിക്കില്ല എന്നർത്ഥം. ഉംറയ്ക്കും ബാധകമാണ്, ഹജ്ജിനും ബാധകമാണ്. ഇതിനാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ട് നല്ല സുന്ദരി പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. നമ്മളെ ഇല്ല ചേലാകർമ്മം ചെയ്യാൻ കൊണ്ടുപോകുന്ന പോലെ 2 മുണ്ട് കൊടുത്തിട്ട് ഒന്നുമില്ല, ഇന്നർ ഒന്നുമില്ല, എല്ലാം മാറ്റിയിട്ട് 2 പുതപ്പിനകത്ത് നമ്മളെയും കൊണ്ട് അവരെ ഇടയ്ക്കോട്ട് കയറ്റി അങ്ങ് വിടും. പോ നോക്കട്ടെ നിന്റെ പ്രവൃത്തി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, തവാഫി നീ 7 പ്രാവശ്യം നീ തവാഫി നോക്കട്ടെ. ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളുടെ ഇടയ്ക്കൂടെ നമ്മൾ വിവസ്ത്രൻ എന്ന് വേണം പറയാം. ആ കോലത്തിൽ നമ്മൾ തവാഫ് ചെയ്യണം. ആരാ അത്ര നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുടെ ഇടയിലൂടെയാണ്. വെറുതെയാണോ ഈ ഹജ്ജിന് ഇത്രയും കൂലിട്ട? വെറുതെയാണോ? ലൈസ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ്, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് മറ്റു ഒരു പരിഹാരം, ഒരു പ്രതിവിധി, അല്ലെങ്കിൽ അതിനൊരു കൂലി, അതിനൊരു സമ്മാനം ഒന്നുമില്ല. സ്വർഗം ആ സ്വർഗമാണ് മബ്റൂറായ ഹജ്ജുകാരന് കൊടുക്കുന്നത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അപ്പൊ നമ്മളെ അള്ളാഹ് നോക്കും. അവിടെ ക്യാമറ നിങ്ങൾ നോക്കണ്ട, നമ്മൾ ക്യാമറയായിരിക്കും പേടിക്കുന്നത്. പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ ക്യാമറയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അവിടുത്തെ ക്യാമറയെ നോക്കണ്ട. നമ്മുടെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കൂട്ടുകാർ. അതുകൊണ്ടാണ് കൂട്ടുകാരന്മാരിവിടെ ചേർന്ന് ഹജ്ജിനും ഉംറയ്ക്കൊന്നും പോരുതെന്ന് പറയുന്നത്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കളിച്ചും ചിരിച്ചും കോളേജിലും ഒക്കെ പോയി വളർന്ന അളിയ, നമുക്ക് ഉംറയ്ക്ക് പോകണം അളിയ, അടുത്ത മാസം ഉംറയ്ക്ക് പോകണം അളിയാന്ന് പറഞ്ഞ് ഉംറയ്ക്ക് ഇവന്മാരുടെ കൂടെ അളിയാന്ന് പറഞ്ഞ് പോയാൽ ഉംറയുടെ ഇതും കെട്ടിയിട്ട് വരുന്ന സമയത്തായിരിക്കും അളിയോ അതുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ട് റബ്ബേ പഠിച്ചവനെ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങൾ നമുക്ക് മിണ്ടാതിരി നല്ല ദിവസത്തി ശരി അല്ലാഹു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എല്ലാം കഴിഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കും. പിന്നെ അകത്തോട്ട് പോകുമ്പോൾ അളിയ ഒരു രക്ഷയില്ല, ഞാൻ തിരിഞ്ഞു പോവുക. അല്ലാഹ് കൂട്ടുകാരന്മാരുടെ കൂടെ പോയാൽ അവൻ്റെ പഴയ സ്വഭാവം അവൻ എടുക്കുകയുള്ളൂ ആ സമയമായാലും. ഇത് കണ്ടാൽ നമുക്ക് പേടിയുണ്ടാവണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനൊക്കെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കൂടെ പോകുന്നവരൊക്കെ അവോയ്ഡ് ചെയ്യും, ഒറ്റയ്ക്ക് മുങ്ങിക്കളയും. എന്നിട്ടൊരു കുറ്റം പറയാം, ഞാൻ ഒരുമിച്ചാന്നല്ലോ നമ്മൾ, പിന്നെ എങ്ങനെ വിട്ടുപോയി അറിയില്ല അല്ലാഹ്. അന്നേരം പിന്നെ കുറ്റവും ഇല്ല, ഉസ്താദ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് മുങ്ങിക്കളഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ നിങ്ങളെ തിരക്കിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഓരോന്നും ചോദിച്ച് സംസാരിക്കും. നമുക്ക് നമ്മുടെ കൽബുമായിട്ടൊരു ബന്ധം ഉണ്ടാകണ്ടേ? നമ്മളൊരു ഉംറ ചെയ്യുന്ന തവാഫ് ചെയ്യുമ്പം അള്ളാഹുമായിട്ടൊരു കോൺസെൻട്രേഷനാണ്, ഒരു മുനാജാത്താണ് ആ സമയം. അത് പാഴായ പിന്നെ ഈ വന്നത് കൊണ്ട് എന്ത് പുണ്യമുള്ള? നമ്മുടെ മെയിൻ ഭാഗം ഇതാണ്. ആ ഭാഗം നഷ്ടപ്പെട്ട പിന്നെ പോയില്ല, പിന്നെ എന്ത് ഹജ്ജ്, പിന്നെ എന്ത് ഉംറ? ഇത്രേ നാള് സൊറ പറഞ്ഞിട്ടായിരുന്നത്. ഈ ഒരു 6 ദിവസം 5 ദിവസം വായൊന്ന് മൂടി കെട്ടി വെച്ചിട്ട് അല്ലാന്ന് വിളിച്ചൂടെ? മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ ഞാനീ കുറച്ച് തമാശ ഈ കളിയും ചിരിയൊക്കെ പറയുന്ന ആൾ. അപ്പോൾ എന്നെ ആദ്യം ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എൻ്റെ കൂടെ വന്നൊരു ഉസ്താദ് ഉണ്ട്. എൻ്റെ അടുത്ത് വാ തുറന്നാൽ ഞാൻ അടിക്കോടെന്ന് വെച്ചു. കാരണം ഞാൻ ഈ ആദ്യത്തെ ട്രിപ്പ് പോയപ്പോൾ എനിക്കൊരു എന്നെ ഒന്നും പരിചയമില്ല. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുക, ഈ തമാശ ഇങ്ങനെ പറഞ്ഞ് കളിച്ചും ചിരിച്ചു നോക്കുക. അവിടെ പോയപ്പോൾ എൻ്റെ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് കൂട്ടുകാരനെ സംഭവിച്ചില്ല, പെടലി അടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. കാരണം അവിടെ തമാശ വന്നു പോവും, സംസാരം വന്നു പോവും, പാടില്ല. അതിൻ്റെ ഗൗരവമുള്ളവരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് സൂക്ഷിക്കണമെന്ന്. ഹജ്ജിൻ്റെ ജുമായുടെ ദിവസം അവിടെ അറഫ വന്നു. അപ്പം അവർക്ക് ജുമ ഇല്ല. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന്, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്ത് കേരളത്തിൽ നിന്ന് വന്ന ഹാജിയിൽ ഒരു വയസ്സായ ഒരു കാക്ക ഉപ്പ, അയാൾക്ക് എപ്പോഴും ഉംറ ജുമ ഇല്ല ഉസ്താദേ. കുറേ ചീത്ത അവിടെ നിന്നുകൊണ്ട് വിളിച്ചു. ജുമ ഇല്ല, കാരണം ജുമ ഇല്ലല്ലോ അവർക്ക്. അവിടെ ജുമ ഇല്ലാത്ത സമയത്ത് അവർ ജുമ ഇല്ല ഉസ്താദ്, ഇവിടെ പള്ളിയിൽ നിന്ന് ജുമ്മയുടെ അങ്ങനത്തെ ഇതൊരിക്കും മസ്ജിദ് നമ്പറിൽ ജുമ ഇല്ല. ഇതെന്ത് ഉമ്മാരെ കാണിക്കുന്നത്? ഇതെന്തോ നല്ലൊരു ദിവസം എൻ്റെ ഹജ്ജും പോയി എല്ലാം പോയി. എൻ്റെ ഇത് ഉപദേശിച്ചാൽ കേൾക്കണ്ടേ? ഇത് നമുക്കിത് ഹജ്ജിൻ്റെ അമലാണ്. നമുക്കതില്ല. ഇവിടെ ഗ്രാമമില്ല, ഇവിടെ താമസക്കാരില്ല. ഈ താമസക്കാരും വീട്ടുകാരും ഉള്ള സ്ഥലത്താണ് നമുക്ക് ഹജ്ജ് ഉംറ അല്ല ഈ ജുമ ഒക്കെ ഉള്ളത്. ഇതിവിടെ ആരുമില്ലത്. ജുമായുടെ ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ സമയത്ത് മാത്രമേ ആളുകൾ കൂടാറുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഉപ്പുപ്പാക്ക് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഉപ്പുപ്പാടുന്നുണ്ടല്ലോ ആ നാടൻ ശൈലിയിലെ വിളി, പാക്ക് കച്ചവടം ചെയ്യുമ്പോൾ വിളിക്കുന്ന വിളി അവിടെ വന്നിട്ട് വിളിക്കാൻ. നേരിട്ട് അനുഭവമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യഫ്സുഖ് ഹാജി.
ഹജ്ജിന് പോകുന്നവന്റെ നാവിന്നൊരു വാക്ക് അനാവശ്യമായി വന്നു പോകരുത്. ശാരീരികമായി, മാനസികമായി, കണ്ണുകൊണ്ട്, കൽബുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, അവൻ്റെ ശരീരത്തിൻ്റെ ഒരവയവം കൊണ്ട് മറ്റൊരാൾക്കൊരു ദോഷം, വിഷമം, പ്രയാസം, വേദന ഉണ്ടാകുന്ന ഒരു വാക്ക് വരാൻ പാടില്ല എന്ന് ഖുർആനും പറഞ്ഞു, നബിയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ് فلا رفث ولا فسوق ولا جدال في الحج. കണ്ട, സൂറത്തുൽ ബഖറ അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അറിയപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ, പ്രഗത്ഭമായ, ശ്രേഷ്ഠമായ, ഉത്കൃഷ്ടമായ ഒരു അമലാണിത്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്. ആ സമയത്ത് ആരുടെ മേൽ ഹജ്ജ് നിർബന്ധമായോ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. റഫസ് എന്ന് പറഞ്ഞാൽ ഈ ശാരീരികമായ ഹറാമായ അശ്ലീലമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. അശ്ലീലമായ ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും. കണ്ടോ, റഫസ് വലാ ഫുസൂഖ്, ഒരു മോശമായ വാക്കുകളോ സംസാരങ്ങളോ. സാമ്പാറിന് ഉപ്പ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ചായക്ക് മധുരം കുറഞ്ഞു പോയി, പൊരിച്ച മീനില്ല, ഒരെണ്ണമേ ഉള്ളായിരുന്നു, 8 ലക്ഷം കൊടുത്താൽ 2 കഷ്ണമെങ്കിലും പൊരിച്ച മീൻ തരണ്ടായ ഉസ്താദ്, കിട്ടിയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അള്ളാഹ് എടുത്തു മാറ്റിക്കും. ഇവൻ്റെ സ്വഭാവം അറിയാൻ. ചീത്തവിളി ഞാൻ കേട്ടതാണ്, അവിടെ നിന്നിട്ട് കേട്ടതാണ്. ഇതിനകത്ത് ഇത്തിരി കുറവ് വന്നതിന്, ഭക്ഷണത്തിൽ കുറവ് വന്നതിന് ഹാജിമാരുടെ. സുബ്ഹാനല്ലാഹ്, എന്തിനാ ഈ ഒരു സാമ്പാർ തിന്നാനാണോടോ ഈ 8 ലക്ഷം മുടക്കി ഇവിടം വരെ നീ വന്നത്? ഒരു മീനിന്റെ ഫ്രൈ തിന്നാനാണോ ഈ 8 ലക്ഷം മുടക്കി ഇവിടം വരെ വന്നത്? ഈ 8 ലക്ഷം മുടക്കിയിട്ട് നല്ല വിഴിഞ്ഞത്ത് പോയി നല്ല മീൻ മേടിച്ചോണ്ട് പൊരിച്ചൊക്കെ തിന്നാൻ പോരെ? എന്തിനു ചോട്ട് വന്ന് ഇച്ചിരി കുറവ്. ഇനി എന്തെല്ലാം നിനക്ക് അവിടെ നിഅമത്ത് ഉണ്ടാക്കി വെച്ചാലും ഒരു നൂനതെങ്കിലും അള്ളാഹ് നിനക്ക് തരും. അവിടെ നിന്റെ സ്വഭാവം, ഒറിജിനാലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ സ്വഭാവം എടുക്കാൻ വേണ്ടി അള്ളാഹ് എല്ലാ നിഅമത്തുണ്ടെങ്കിലും AC ചില സമയത്ത് കട്ട് ഓഫ് ആയി പോവും. പിന്നെ ഇട്ട് ഉരുക്കും, അവിടെ ഇരുത്തി ഉരുക്കും. ഇതൊന്നും പൈസക്കാരൻ. ഇത് പരീക്ഷണമാണ്. ഇതിനാണ് വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന് പോയിട്ട് അവിടെ നിങ്ങൾ അടിപിടി ഉണ്ടാക്കരുത്, തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. തർക്കം നിങ്ങളൊന്ന് പോയി നോക്കി, എന്താ തർക്കം? ആ മുസ്ലിയാർ അങ്ങനെ ചെയ്യണം, ഈ മുസ്ലിയാർ ഇങ്ങോട്ട് പോകണം, ഈ മുസ്ലിയാർ നിന്നോട്ട് മറ്റേ മുസ്ലിം ഇരുന്നോട്ട്. അല്ലാഹു അക്ബർ. തർക്കങ്ങളോട് തർക്കങ്ങളാണ്. ഈ ഗ്രൂപ്പിൽ അമീർ വേറെ, ആ ഗ്രൂപ്പിൽ അമീർ വേറെ. ആ ദുആ ഓതണം, ഇതിങ്ങനെ നോക്കി വെച്ചുകൊണ്ട് ഓതണം. അത് തെറ്റിപ്പോയ എൻ്റെ ഹജ്ജ് പോയി ഉസ്താദെ. ഒരു പെണ്ണുമ്പിള്ള വിളിച്ചു ചോദിക്കുക, ഉസ്താദെ ഞാൻ ആ കിതാബിലുള്ള ദുആ അല്ല ചെയ്ത്, എൻ്റെ ഹജ്ജ് പോയി ഉസ്താദെ, എൻ്റെ ഹജ്ജ് പോയി. എൻ്റെ താത്ത പോയില്ല, നിങ്ങൾ വിഷമിക്കണ്ട, പോയില്ല. ഇല്ലേ, പോയി ഉസ്താദ്. എല്ലാവരും അത് നോക്കി, ഞാൻ മാത്രം നോക്കി പറഞ്ഞില്ല. ആ അമീർ പറഞ്ഞ് നോക്കണ്ടെന്ന്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതിന് മുമ്പേ നിങ്ങൾ ഈ ഹജ്ജിന് വേണ്ടിയിട്ട് ഒരു ഉസ്താദിനെ കണ്ട് ഇതിൻ്റെ നിയമവശങ്ങൾ ലഘുവായ രീതിയിൽ ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു വെക്കി. ഇതൊക്കെ ഈ പുസ്തകത്തിൽ നോക്കി പഠിച്ചില്ല എന്നോ ഓതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനൊന്നും കബൂലാവാതിരിക്കൂല. പക്ഷെ പെണ്ണുങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കാൻ പുസ്തകം കൂടെ വിൽക്കണ്ടേ? ഇത് അടിച്ചെങ്കിലല്ലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി അതെങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതില്ലാതെ പോയി ഇതിൻ്റെ ഹജ്ജ് പോയാൽ അത് തോന്നിയില്ലേ? തിരിച്ച് വീട്ടിൽ റൂമിൽ വരുമ്പോഴാണ് ഈ പെണ്ണുങ്ങൾ തമ്മിൽ, അമിന നീ അതുവാ ചെയ്തില്ലേ? ഇല്ലടി, അവർ പറഞ്ഞില്ല, ഉസ്താദ് പറഞ്ഞു റബ്ബനാത്തിൻ്റെ ഇതില്ല മാത്രം, ഞാൻ അത് മാത്രമേ ഉള്ളൂ. അള്ളാ നിൻ്റെ പോയി 7 ലക്ഷം പോയടി, പോയി തീർന്നു. അവിടെ വെച്ച് തന്നെ അറ്റാക്കൊന്ന് മരിക്കുകയും ചെയ്യും. പെണ്ണുങ്ങളുടെ പരിപാടി ഇതാ. എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്നിരുന്നിട്ട് ഇതല്ലേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലഘുവായ രീതിയിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഇന്ന ദീന യുസ്റുൻ ലാ ഉസ്റുൻ, കഷ്ടപ്പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അങ്ങനെ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം ഈ പറയുന്ന മൊത്തവും ദുആ ചെയ്തുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാൻ പോണത്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഖൽബിൻ്റെ നിയ്യത്ത് എന്താണ് അതുപോലെ ആയിരിക്കണം, അതേപോലെ ആയിരിക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പം ആ ഒരു നിയ്യത്ത്, അൽഹംദുലില്ലാഹ്, ആ സാദിഖായ നിയ്യത്ത്, ഹലാലായ പണം, നാവ് കൊണ്ട് ഒരാളോട് ഒരു മോശമായ വാക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ പോയാലും ഇനി നീ പട്ടിണിയാണെങ്കിലും, പടച്ചവനെ നീ എന്നെ പരീക്ഷിക്കാനാണ് എന്നെ നീ പട്ടിണി ഇട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഗ്രൂപ്പുകാരനെ ഒന്നും ഞാൻ ചീത്ത വിളിക്കൂല, കുറ്റം പറയൂല, ഇതെൻ്റെ പരീക്ഷണമാണ് എന്ന് തീരുമാനിക്കണം. അതാണ് ഹജ്ജ്.
അതാണ് നബി തങ്ങൾ പറഞ്ഞത്. തർക്കിക്കരുത്, ഒരു കാരണവശാലും അവിടെ പോയിട്ട് തർക്കിക്കാൻ പാടില്ല. കല്യാണാലോചന നടത്താൻ പാടില്ല. എല്ലാവരും ഗ്രൂപ്പിൽ പോയിട്ട് കെട്ടിയോൾ പറയും നമ്മുടെ മോന് പറ്റിയ ഒരു മോളാണ്, നമുക്കൊന്ന് ആലോചിച്ചാൽ. ഹജ്ജിൻ്റെ ദിവസത്തിൽ കല്യാണാലോചന നടക്കുന്നത്, ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് കല്യാണാലോചന നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് കാര്യം പറയും. ഉടനെ നമ്പറിൽ എഴുതി മേടിച്ചിട്ട് ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത തീരുമാനമായി. ഇതൊന്നും അവിടെ നടത്താൻ പാടില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ വീട്ടിൽ നിങ്ങൾ ഏത് ലക്ഷ്യത്തോടെയാ വന്നത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വരണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഹജ്ജിന് പോകാവൂ. പിന്നെ ഹജ്ജിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങളെല്ലാം പോയി കണ്ട് സംസാരിച്ച്, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നാട്ടുകാർ ഇവരെല്ലാം കണ്ട് നാവ് കൊണ്ട് പൊരുത്തം വാങ്ങി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും അവരുടെ ഭാഗത്ത് ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് പൊരുത്തം വാങ്ങി സന്തോഷമായി പോകണം. അതാണ് ഹജ്ജ്. അതാണ് ഫുസൂക്കിൽപ്പെട്ട വാക്കാണ്. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് എൻ്റെ നാവ് കൊണ്ട് നിനക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഫായിദയില്ല. ഇത് എൻ്റെ വാക്കല്ല, ഖുർആനാണ്, ഹദീസാണ്. നമ്മൾ ഈഗോയും കാണിച്ചിരുന്നിട്ട് അവിടെ പോയി 8 ലക്ഷം കളഞ്ഞിട്ട് വരാമെന്നുള്ളതല്ലാതെ അള്ളാൻ്റെ അടുക്കൽ ഇവിടെ കാണൂല, ഈ ലിസ്റ്റിൽ കാണൂല. അതുകൊണ്ട് നാവ് കൊണ്ട് നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരോടെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ, അധിക്ഷേപിച്ചിട്ടുണ്ടോ, അവരോട് പോയി പൊരുത്തം വാങ്ങലാണ് നിന്റെ തൗബ. അല്ലാതെ നീ അവിടെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തത് കൊണ്ടൊന്നും നിന്റെ ഹജ്ജ് ശരിയാവൂല. അവിടെ പോയിട്ട് പടച്ചവനെ ഞാൻ ഇന്നവനെ അങ്ങനെ വിളിച്ചു, പടച്ചവനെ നീ ഇങ്ങനെ വിളിച്ചു, പടച്ചവനെ നീ പൊരുത്തപ്പെട്ടെ അല്ല പറയും. അവനോട് പോയി ചോദ്യരടാ, അത് എന്നാട്ട് നീ എന്നെ ചീത്ത വിളിച്ചോ, ഞാൻ പൊരുത്തപ്പെട്ടു തരാം. അല്ലാതെ ഒരാൾ ചീത്ത വിളിച്ചോ, നീ എന്തൊരു പടച്ചവനെ, നീ എന്തൊരു ഇത്ര ദുആർന്നിട്ട് നീ ഒരു സ്വീകാര്യമില്ലത്, നീയൊക്കെ ഒരു പടച്ചവനാണോ? അത് എൻ്റെ വിവരമില്ലായ്മയോട് നീ ചോദിച്ചു, ശരി ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു, ഓക്കെ. നീ ഒരാളെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ, അതാ നാട്ടിലുണ്ട്, അവനോട് പോയി ചോദിക്ക്, എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? പണ്ട് കുടുംബക്കാർ ഹജ്ജിന് പോകുന്നവർ ഇന്ന് തന്നെ എടുത്തോളി, 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് വണ്ടിയിൽ നിറച്ചോളി. എല്ലാ കുടുംബക്കാരെയും കണ്ട്, കൂട്ടുകാരെയും കണ്ട്, സലാം പറഞ്ഞ് ഒരു ചെറിയ ഹദിയ ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്ത് ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. അതാണ് ഹജ്ജ്. വമാ തഫഅലൂ മിൻ ഖൈരി യഅലമുഹുല്ലാഹ്. നിങ്ങൾ ഏതൊരു നന്മ ചെയ്യുന്നു അത് അല്ലാഹു അറിയുന്നവനാണ്. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണേ, ഹജ്ജിന് വേണ്ടി ഒരുങ്ങണേ. ആ ഹജ്ജിൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ ഹജ്ജ്. വതസവ്വദൂ, അതിനുള്ള ഒരുക്കം നിങ്ങൾ നടത്തണേ. ഇതാണ് ഹജ്ജിന് പോകേണ്ടവർ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോകുന്ന ആളുകൾ ഇവിടെ വന്ന് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പോകണം. മെമ്പറിൻ്റെ അടുക്ക വന്ന് മെഹ്റാബ് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങി, ഞാൻ നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ട് അറിയില്ല, പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങളും പറയണം. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, എല്ലാവരും പൊരുത്തപ്പെടണം കേട്ടോ, ഞാൻ ഹജ്ജിന് പോവാണ് ഇൻഷാ അല്ലാഹ്. ഇതാ പറഞ്ഞത് നിങ്ങളും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ അതിനൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട് അതിൻ്റെ പോകുന്നവരൊക്കെ സാധാരണഗതിയിൽ എല്ലാവരെയും കാണാൻ പറ്റിയില്ല എങ്കിൽ, ഇതൊരു ജമാഅത്ത്, ഒരു ജുമാ ദിവസമാണല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടുന്ന ദിവസമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നു, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പോവുക. അതാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് ഇവിടുന്ന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്.